ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്റ്റഡി വ്ലോഗും അതുപോലെ എൻ്റെ ഈവനിങ് കുക്കിങ്ങും പിന്നെ നാളത്തെ പണികൾ, രാവിലത്തെ പണികളൊക്കെ വേഗം എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ വൈകുന്നേരം ഒരു 6:30 ഒക്കെയാണ്. അപ്പോൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ലച്ചുവും കൂടി ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ലച്ചു മോൾ 7ാം ക്ലാസ്സിലാണ്, ഞാൻ PSCക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസുമാണ്. അപ്പോൾ രണ്ടുപേർക്കും SCRT തന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ SCRT നോട്ട്സൊക്കെ തയ്യാറാക്കി എടുക്കുകയാണ്. ഈ ഒരു പഠനം ഞാൻ 1 മണിക്കൂർ വരെയൊക്കെ ഇരുന്ന് പഠിക്കുകയുള്ളൂ. ലച്ചു കുറച്ച് സമയം കൂടി ഇരുന്ന് പഠിക്കും. കാരണം അപ്പോഴത്തേക്കും ചേട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ മീനും സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ മീൻ കറിയൊക്കെ വെക്കുന്നത് പതിവ്. പിന്നെ എനിക്ക് ചോറും കൂടെ വെക്കാനുണ്ട്. ഇപ്പോൾ 2 നേരം ചോറ് വെക്കും. ഒറ്റ നേരം കൊണ്ടുള്ള ചോറ് വെക്കൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഒരു സമയത്ത് തന്നെ അടുക്കളയിൽ കയറിയിട്ട് കുക്ക് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ആ സമയത്ത് തന്നെയാണ് ഞാൻ ചോറൊക്കെ ഉണ്ടാക്കുക. അപ്പോഴേക്കും ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ പഠനമൊക്കെ ഞാനവിടെ നിർത്തി വെച്ചു കേട്ടോ. ഇനി കിച്ചണിലത്തെ ഡ്യൂട്ടികളാണ്. അപ്പോൾ ഞാൻ വൈകിട്ടാണ് ചോറ് വെക്കാമെന്ന് പറഞ്ഞില്ലേ. വൈകുന്നേരം ഞാൻ ചോറ് അടുപ്പത്ത് അങ്ങോട്ട് വെക്കും, രാവിലെ ഗ്യാസിൽ വെക്കുക ചെയ്യാം. അപ്പോൾ മീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചോറിനുള്ള വെള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് വെള്ളം ചൂടായിട്ടൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്കും മീനൊക്കെ നന്നാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഒന്ന് മീൻ കൊടുത്തിട്ടുള്ളത് കിളിമീനാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഇതിന് പുതിയാപ്പിളക്കോര എന്നാണ് പറയുക. അപ്പോൾ മീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മീനൊന്ന് നന്നാക്കി എടുക്കണം. വളരെ ചെറിയ മീനാണ് കേട്ടോ, വലുതല്ല. അപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് നമ്മുടെ വർക്ക് ഏരിയത്തെ പടിയുടെ മേലെ ഇരുന്നിട്ടാണ് കേട്ടോ മീൻ നന്നാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇരുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ നന്നാക്കണ ആ ഒരു മണം കിട്ടുന്ന വെച്ചാൽ അപ്പോൾ ഓടി വരുന്ന ഈ ഒരു കറമ്പിപ്പൂച്ചുണ്ട് ഇവിടെ. പിന്നെ ഞാനും മീൻ നന്നാക്കണ ഈ ഒരു കത്രികയാണ് പരിചയപ്പെടുത്തി തരേ. അപ്പോൾ ഈ ഒരു കത്രിക നമുക്ക് 2 യൂസായിട്ട് ഉപയോഗിക്കാം. ഒന്ന് കത്രികയായിട്ട് ഉപയോഗിക്കാം, ഒന്ന് കത്തിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതിങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കത്രികയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല, അതുകൊണ്ട് ലിങ്കൊന്നും ചോദിക്കരുത്. ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് കണ്ടപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങ് മേടിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ചായി ഇത് മേടിച്ചിട്ട്, പക്ഷെ നല്ല യൂസ്ഫുള്ളാണ് എനിക്ക് ഈ ഒരു കത്രിക. കത്തിയായിട്ട് ഉപയോഗിക്കാം, കത്രികയായിട്ട്. അപ്പോൾ ഞാൻ മീൻ നന്നാക്കാനൊക്കെയാണ് ഈ ഒരു കത്രിക ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇനി ഈ മീനൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുക്കട്ടെ. ഞാൻ മീൻ നന്നാക്കിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അരി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അരി ഇതുപോലെ ഈ തവി ഉപയോഗിച്ചിട്ടായിരുന്നു അരി ഇട്ടിരുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു, അരി ഇതുപോലെ തവ ഉപയോഗിച്ചിടരുത്, കൈ കൊണ്ട് ഇടണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പം അതുപോലെ ശീലിച്ച് വരുന്നു കേട്ടോ. അപ്പോൾ ഇനി ചോറൊന്ന് ആവുമ്പോഴത്തേക്കും നമുക്ക് മീനിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം, കറി വയ്ക്കാനും വറുക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ 2 ചകിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ മീൻ വറുക്കാനുള്ള മീനിലേക്ക് മസാല പുരട്ടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ മീൻ ഇപ്പോൾ വറുക്കില്ല, ഈ മീൻ നാളത്തേക്ക് വറുക്കാനുള്ളതാണ്. ഇപ്പോൾ വറുക്കാനുള്ള മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് കൂട്ടും. അപ്പം ഞാനിത് 2 പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ മീനിൻ്റെ മസാല പുരട്ടിയ മീനുണ്ടല്ലോ അത് മാറ്റി വെക്കുന്നത്. ഒന്ന് നാളേക്കും ഒന്ന് മറ്റന്നാളേക്കും അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ രണ്ട് പാത്രത്തിൽ ഞാൻ കറക്റ്റായിട്ട് മീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കായം പുരട്ടി, അല്ലെങ്കിൽ ആ മസാല പുരട്ടിയ ആ പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെയാണ് ഞാൻ കറി വയ്ക്കാനുള്ള ഇതും കൂട്ടുന്നത് കേട്ടോ. ഇപ്പോൾ തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് മുളക് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചിട്ടൊന്നും കറി വയ്ക്കുന്നില്ല. ഈ പുതിയപ്പിളക്കോരുണ്ടല്ലോ അത് ഇവിടെ മുളക് കറി വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ പുളി കൂടെ പിഴിഞ്ഞിട്ട് കറി വയ്ക്കട്ടെ. കുടംപുളി അല്ല കേട്ടോ, സാമ്പാർ പുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി കറി കൂട്ടി നമുക്കിനി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ചോറ് ഇനി ഞാൻ അടുപ്പിലേക്ക് അങ്ങോട്ട് മാറ്റിക്കത്. ഞാൻ കുടിവെള്ളം വെച്ചതായിരുന്നു. ഇനി ആ അടുപ്പത്തേക്ക് ചോറ് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കറി അടുപ്പത്തേക്ക് വെക്കാം. നല്ല കണലുള്ളത്. അപ്പോൾ ഇനി അതും കൂടെ ഒന്നുകൊണ്ട് കത്തിച്ചിട്ടിട്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കറി ആയിക്കോളും. കറി ആയി വരുമ്പോഴത്തേക്കും ചോറും ആയിക്കോളും. പിന്നെ ചീര കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീര ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് അരിഞ്ഞെടുക്കണം. ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ഇപ്പോൾ രാത്രി കഴിക്കാനും പിന്നെ നാളെ രാവിലേക്കും കൂടെ എടുക്കുക. അപ്പോൾ രാവിലെ ഇത് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണം രാവിലെ കുട്ടിക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാ പണിയും കൂട്ടി നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ കഴിയുന്നതും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നാളത്തേക്കുള്ള ഉപ്പേരിക്കുള്ളതാണെങ്കിലും കറിക്കുള്ളതാണെങ്കിലും ഒക്കെ തലേ ദിവസം തന്നെ ഞാൻ റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനും കൂടി ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ മീനൊന്ന് ഇട്ട് കൊടുത്തേക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറും കൂടി അങ്ങ് ഊറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ഇപ്പോൾ കഴിക്കാനുള്ള ചോറ് മാത്രമേ ഉള്ളൂ. അപ്പം ചീര ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. മുഴുവൻ ചീര ഇപ്പോൾ ഉപ്പേരി വെക്കില്ല, കുറച്ച് മാത്രമേ ഉപ്പേരി വയ്ക്കുള്ളൂ. അപ്പോൾ ഇനി ഉപ്പേരി വെക്കലും മീൻ വറുക്കലും കൂട്ടി അങ്ങോട്ട് നടക്കട്ടെ. അപ്പോൾ ഇത് പുതിയാപ്പിളക്കോരല്ല കേട്ടോ വറുക്കുന്നത്, മത്തിയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു.
ഉപ്പേരി ചീരയുടെ ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് വഴറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഉണക്കമുളക് ഞാൻ അങ്ങനെ ചതച്ച് വെക്കും കേട്ടോ. അതൊക്കെ ഒരു എളുപ്പപ്പണിയാണ്, അത് നല്ലതാണല്ലോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ചീരയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ഒരടുപ്പത്ത് മീനും റെഡി ആവുന്നുണ്ട്, ഒരു അടുപ്പത്ത് ചീരയും റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടോ. ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. കമ്പനി ബോർഡ് LGS വേണ്ടിയിട്ടാട്ടോ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വേറെ കുറേ എക്സാംസുകളും PSCയിൽ വിളിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പഠനത്തിന് കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ അങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. 4 ലക്ഷം പേരല്ലേ കമ്പനി ബോർഡ് LGS വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ 4 ലക്ഷത്തിൽ ഒരാളാവാൻ എനിക്ക് ഭാഗ്യം കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമല്ലോ. ഈ എക്സാമിന് പ്രിലിംസും മെയിൻസും ഉണ്ടല്ലോ. പണ്ടൊക്കെ പ്രിലിംസ് കിട്ടും, മെയിൻ കിട്ടില്ല. ഇപ്പോൾ കുറേ ആയിട്ട് PSC ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. ലോങ് ബ്രേക്ക് തന്നെ എൻ്റെ ലൈഫിൽ വന്നു. കാരണം ഇങ്ങനെ കിട്ടാതെ വരുമ്പോൾ ഒരു ചെറിയൊരു വെറുപ്പ് തോന്നി. അങ്ങനെ PSC നിർത്തിവെച്ചു. ഇപ്പോൾ അത് വീണ്ടും PSC എക്സാംസുകൾ തന്നെ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും പഠനം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. PSCയിൽ നമ്മളൊരു ലോങ് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബിഗിനറിന് തുല്യമാണ്. കാരണം പിന്നെ ബുക്ക് തുറന്നാൽ ഒന്നും ഓർമ്മയിൽ വരില്ല. ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് PSCക്ക് മുഖ്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ കണ്ടിന്യൂഷൻ അവിടെ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ബിഗിനറാണ്. റാങ്ക് ഫയൽ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഞാൻ SCRT അങ്ങോട്ട് നോക്കി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം റാങ്ക് ഫയൽ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഒരു 1 മന്തിനുള്ളിൽ SCRT കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ചലഞ്ചിലാണ് ഞാൻ. അപ്പോൾ SCRT കംപ്ലീറ്റ് ചെയ്തിട്ട് റാങ്ക് ഫയൽ നോക്കണം എന്ന് വിചാരിക്കണം. കാരണം PSCയിലൊക്കെ ലോങ് ബ്രേക്ക് എടുത്ത് വന്നിട്ട് ബുക്ക് റാങ്ക് ഫയൽ തുറന്നിട്ടുണ്ടെങ്കിൽ പലതും ഓർമ്മയിൽ വരണില്ല. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുള്ളവർക്ക്, റാങ്ക് ഫയൽ തുറന്നിട്ട് ഒന്നും മനസ്സിലാവാത്തവർക്ക് ആദ്യം SCRT അങ്ങോട്ട് നന്നായി നോക്കി പഠിച്ചതിന് ശേഷം റാങ്ക് ഫയൽ ഓപ്പൺ ആക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പം ഞാൻ ഓരോ ചാപ്റ്ററിലും എനിക്ക് വേണ്ട ഭാഗങ്ങൾ ഞാൻ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബുക്സുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ SCRT ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ സിലബസ് പുതിയത് മാറിയതല്ലേ, അപ്പോൾ ഞാൻ ഓരോന്ന് വായിച്ച് നോക്കിയിട്ട് എനിക്ക് വേണ്ട ഭാഗങ്ങൾ ഞാൻ നോട്ടിലേക്ക് എഴുതിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ രാത്രി എഴുതിയെടുക്കുകയാണെങ്കിൽ ആ നോട്ട് ഞാൻ പകലിരുന്ന് വായിക്കും. എഴുതിയെടുക്കുന്ന നോട്ട് ഞാൻ രാത്രി വായിച്ച് അത് അങ്ങോട്ട് ബൈ ഹാർട്ടാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ബൈ ഹാർട്ടാക്കല്ല, പഠിച്ച് ഒന്ന് ഓർമ്മയിൽ. കാരണം ഇങ്ങനെ ഡെയിലി വായിക്കണമല്ലോ. വായിച്ചാൽ എന്നെ തന്നെയല്ലേ അത് നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ ഒരു പരിചയം വരുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നന്നായി വായിക്കും, ഒക്കെ പഠിച്ചിട്ടൊക്കെ പോവും. പക്ഷേ എക്സാം പേപ്പർ കാണുമ്പോൾ അപ്പോൾ എന്തോ ഒരു പേടിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതും പോലും ബ്ലാങ്ക് ആവുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടാവുന്നത്. എന്തായാലും മാക്സിമം ശ്രമിക്കുക, അത്ര തന്നെ. അപ്പോൾ ഇനി ഒരു 12 മണി വരെയൊക്കെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങും. കാരണം രാവിലെ നമുക്ക് നേരത്തെ എണീക്കണ്ടേ. പഠിത്തം മാത്രമല്ലല്ലോ, വീട്ടിലത്തെ ജോലികളെല്ലാം കൂടി ചെയ്യണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ PSC എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം എങ്ങനെയൊക്കെ ആയി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.